കഥ തുടങ്ങി നമ്മൾ കാണുന്നവർ കഥയിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സ് സിനിമയ്ക്കൊപ്പം അങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കവേ ഈ കഥ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയെന്നുമൊക്കെ ഒരുവിധം പടങ്ങളൊക്കെ കണ്ട് ശീലിച്ച ഒരു പ്രേക്ഷകനെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില സിനിമകളിൽ പ്രേക്ഷകന്റെ പ്രതീക്ഷയാകെ തകിടം മറിക്കുന്ന തരത്തിൽ ക്ലൈമാക്സ് സംഭവിക്കും. യെസ്, ട്വിസ്റ്റ്. നമ്മളതിനെ പുതിയ ഭാഷയിൽ ട്വിസ്റ്റ് എന്ന് പറയും. ഞെട്ടിക്കുന്ന ക്ലൈമാക്സ്, പ്രേക്ഷകർ അന്തം വിടുന്ന ക്ലൈമാക്സ്. അങ്ങനെ നമ്മളെ ഞെട്ടിച്ച ക്ലൈമാക്സുമായി എത്രയോ സിനിമകൾ ഇക്കാലയളവിൽ നാം കണ്ടു കഴിഞ്ഞു. ക്ലൈമാക്സ് കണ്ട് കോരിത്തരിച്ച ഞെട്ടിത്തരിച്ച പ്രേക്ഷകർ, വീണ്ടും ക്ലൈമാക്സ് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ, അത് ഇക്കാലത്ത് സർവ്വസാധാരണമാണ്. എന്നാൽ 1980-ൽ സ്റ്റീരിയോ ടൈപ്പുകളും ക്ലീഷേകളും മലയാള സിനിമ ഭരിച്ചിരുന്ന ഒരു കാലത്ത് ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സുമായി ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ? അതെ, 1980-ൽ വിജയാനന്ദൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ശക്തി. ജയനായിരുന്നു നായകൻ. ഞാൻ ഈ സിനിമ കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്, അതും ടി വിയിൽ നിന്ന്. ആ സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് വാ പൊളിച്ച് ഞെട്ടിയിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അക്കാലത്ത് ജയൻ്റെ ആരാധകൻ കൂടിയായിരുന്ന ഞാൻ ഈ സിനിമ ഇപ്പോഴും ഓർത്തിരിക്കാൻ കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇന്ന് കാണുമ്പോൾ ഈ ക്ലൈമാക്സ് അത്ര പുതുമയൊന്നും ഇല്ലാത്തതാണെന്ന് നമുക്കറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സുമായി അനേകം സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അക്കാലത്ത് അത്തരമൊരു ക്ലൈമാക്സ് അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. ആ സിനിമയുടെ കഥ തുടങ്ങുന്ന ഒരു പശ്ചാത്തലവും പുതുമ തോന്നിയ ഒന്നായിരുന്നു. നിങ്ങൾ ഈ സിനിമ ഓർക്കുന്നുവെങ്കിൽ ആ വിവരം കമൻറ്റ് ചെയ്യൂ. അതേപോലെ നിങ്ങൾ കണ്ടതും അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയതുമായ ക്ലൈമാക്സുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ.